ഹായ് ഹലോ. അപ്പോൾ 30 ഡേയ്സ് കിഡ്സ് ഔട്ട്ഫിറ്റിൻ്റെ ചലഞ്ചിലെ ഡേ 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് ഈ കാണുന്ന ജാക്കറ്റ് പോലത്തെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു പഴയ ടോപ്പിൽ നിന്നാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ്. ഇനി ടോപ്പിന് ഞാനിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നല്ല ഭാഗം തന്നെയാണ് മടക്കിയിട്ടേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ നമ്മുടെ ജാക്കറ്റിൻ്റെ സ്കേർട്ട് പോർഷന് യോക്ക് പോർഷന് രണ്ടായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് ഞാൻ 18 ഇഞ്ചസാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ 18 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യോക്ക് പോർഷനാണ്. അത് ഞാനിവിടെ 6 ഇഞ്ചസാണ് നമ്മുടെ ഷോൾഡർ എടുത്തേക്കുന്നത്. ഷോൾഡർ ഡെപ്തായിട്ടും 6 ഇഞ്ചസ് തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആം ഹോൾ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ആം ഹോൾ നമുക്ക് വരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ചെസ്റ്റ് മെഷർമെൻ്റ് ആയിട്ട് 8.5 ആണ് എടുത്തേക്കുന്നത്. വേസ്റ്റിൻ്റെ അവിടെ 8.5 തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇനി കട്ട് ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്ലീവും ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മൾ ഷോൾഡർ സ്ലോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആം ഹോളും വരച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് മാത്രം എടുത്തിട്ട് ഞാൻ നെക്ക് കട്ട് ചെയ്യാൻ പോവാം. 3 ഇഞ്ചാണ് നെക്കിൻ്റെ ഡെപ്തായിട്ട് എടുത്തേക്കുന്നത്. വിഡ്ത്തും അതുപോലെ 3 ഇഞ്ചസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഒരു കുഞ്ഞ് യൂട്യൂബറിൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് കണ്ടാൽ മതി. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ വേറൊരാളിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ എനിക്കൊരു വ്യൂവും കൂടി കിട്ടും. പ്ലീസ് ഒന്ന് ഒരു ലൈക്കൊക്കെ ചെയ്യണേ. അപ്പം നമുക്ക് എൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമുക്കിനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് ഇത്. ഞാനിവിടെ ഇത് ആസ് യൂഷ്വൽ 3 തന്നെയാണ് എടുക്കുന്നത്. താഴേക്ക് നെക്കിൻ്റെ ഡെപ്തായിട്ട് ഞാൻ 7 ആണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഇറങ്ങി കിടക്കുന്ന രീതിയിൽ നെക്ക് അങ്ങനെ വേണമെന്ന് വിചാരിച്ച് തന്നെയാണ് 7 എടുത്തേക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട് ഞാൻ ഓപ്പണായിട്ട് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വി ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ആ ഫ്രണ്ട് പോർഷനും കൂടി ഓപ്പണാക്കി ആ പോർഷനും കൂടി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അവിടെ വേറൊരു പീസ് വെച്ചിട്ട് നമ്മൾ കഴുത്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാ കട്ടിങ് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നല്ല, എടുത്തതെല്ലാം എങ്ങോട്ടോ പോയി. ഇത് ക്യാമറ ഓൺ ആക്കാതെ വെച്ചിട്ടാണോ എന്നറിയില്ല. വീഡിയോസ് കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ഇത് മിക്ക വീഡിയോസിലും ഇത് തന്നെ ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റുന്നുണ്ട്. വീഡിയോസ് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവുന്നുണ്ട്. അപ്പോൾ അതിന് സോറി. ഞാനിവിടെ കട്ടിങ് വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ ഈ ടോപ്പിൻ്റെ തന്നെ സ്ലീവ് എടുക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഈ ജാക്കറ്റിന് വേണ്ടിയിട്ട് സ്ലീവായിട്ട് ഞാൻ എടുക്കുന്നത്. അല്ലാതെ ഇതിൽ ഒരു പീസ് പോലും വെറുതെ വേസ്റ്റ് ആക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് ബാക്കും പോർഷൻസ്. ഇതിങ്ങനെയാണ് എടുത്തേക്കുന്നത്. ബാക്ക് പാർട്ടിൽ ഞാൻ നമ്മുടെ ബാക്ക് പോർഷൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇങ്ങനെ ഗ്യാദേഴ്സ് കൊടുത്തിട്ടാണ് രണ്ടും യോക്കും സ്കേർട്ടും തമ്മിൽ ജോയിൻ ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ടാണ് ഇതുപോലെയാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അവിടെ വലിയ ഗ്യാദേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇതുപോലെ ചെയ്തിട്ടു. പിന്നെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സൈഡെല്ലാം ക്ലോസ് ചെയ്ത് എടുത്തു. സ്ലീവും വെച്ചു. അത്രയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ടോപ്പ് പെയർ ചെയ്തേക്കുന്ന ഒരു ബ്ലാക്ക് പലാസോയുടെയും ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പിൻ്റെയും കൂടെ ഒരു ജാക്കറ്റ് ഫോമിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഈ മോഡൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.